പക്ഷിപ്പനി മൂലം കള്ളിങ് നടത്തി 11 വർഷങ്ങൾ പിന്നിട്ടിട്ടും നഷ്ടപരിഹാര തുകയിൽ വർധനവൊന്നും ഉണ്ടായിട്ടില്ല. നഷ്ടപരിഹാര തുക വിതരണത്തിൽ മൃഗസംരക്ഷണ മന്ത്രി നൽകിയ ഉറപ്പും പാഴ്വാക്കായിരിക്കുകയാണ്. എന്തായാലും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകർ. അവർ നിലനിൽപ്പിനായുള്ള സമരത്തിനാണ് ഇനി തയ്യാറെടുക്കുന്നത്. 60 ദിവസം പ്രായമായ താറാവിന് 100 രൂപയും 60 ദിവസത്തിന് മുകളിലുള്ളവയ്ക്ക് 200 രൂപയുമാണ് 2014 തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം 11 വർഷം പിന്നിടുമ്പോഴും നഷ്ടപരിഹാര തുകയിൽ ഒരു വർധനവും ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. 2023 കള്ളിങ് നടത്തിയ താറാവുകൾക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ 12% തുക പിടിച്ചുവെച്ചിട്ടാണ് വിതരണം ചെയ്തത്. എന്നാൽ ഈ തുക 2025 മാർച്ചിൽ നൽകുമെന്നായിരുന്നു മന്ത്രി ചിഞ്ചു റാണിയുടെ ഉറപ്പ്. പക്ഷേ നാളിതുവരെയായിട്ടും താറാവ് കർഷകർക്ക് ആ തുക നൽകിയിട്ടില്ല. 2014 തീരുമാനിച്ച നഷ്ടപരിഹാരം അത് 60 ദിവസത്തിൽ താഴെയുള്ളതിന് 100ഉം 60 ദിവസത്തിന് മുകളിലുള്ളവർക്ക് 200 എന്നുള്ള കണക്കാണ്. അത് 2014 ഫിക്സ് ചെയ്തതാണ്. 2014 ശേഷം ഒത്തിരി വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ഫിക്സ് ചെയ്ത തുകയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ മാറ്റമുണ്ടാകാതിരുന്നിട്ട് പോലും ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നൊരു ഘട്ടമെത്തിയപ്പോൾ അത് ഈ കോമ്പൻസേഷൻ കൊടുത്തത് ഈ വർഷം ആദ്യമാണ്. ഫെബ്രുവരിയിലായിരുന്നു. അന്ന് ഈ പറയുന്ന തുച്ഛമായ തുകയിൽ 12% തുക പിടിച്ചു വെച്ചതിന് ശേഷമാണ് ഗവൺമെൻറ് ഈ പാവപ്പെട്ട താറാവ് കർഷകർക്ക് തുക വിതരണം ചെയ്തത്. പ്ലേഗും പാസ്റ്റലയും കാരണം ചത്തൊടുങ്ങുമ്പോഴും അതിന് ആവശ്യാനുസരണമായിട്ടുള്ള വാക്സിൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കാര്യത്തിന് ഗവൺമെൻറ് പരിഹാരമുണ്ടാക്കുന്നില്ല എങ്കിൽ താറാവ് കർഷകരെ സംബന്ധിച്ച് ഈ ജില്ലാ ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് പോകാൻ നിർബന്ധിതരാകും. വാക്സിൻ കിട്ടാത്തതാണ് താറാവ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. പാസ്റ്റല്ല, പ്ലേഗ് എന്നീ അസുഖങ്ങൾ ബാധിച്ച് ആയിരക്കണക്കിന് താറാവുകൾ ഓരോ വർഷവും ചത്തുപോകാറുണ്ട്. ഒരു പരിധിവരെ താറാവുകളെ സംരക്ഷിക്കുന്നത് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന വാക്സിൻ ഉപയോഗിച്ചാണ്. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വാക്സിൻ ലഭിക്കുന്നില്ല. പല പ്രാവശ്യം ഈ പ്രശ്നം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ, മൃഗസംരക്ഷണ ഡയറക്ടർ, വകുപ്പ് മന്ത്രി എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. ഓപ്പൺ മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത വാക്സിന്റെ ഉൽപാദനവും വിതരണവും ഗവൺമെന്റ് നേരിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇനിയും വാക്സിൻ നൽകുന്നില്ല എങ്കിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങും. ഇങ്ങനെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായതോടെ ജീവിത വരുമാനത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ നെട്ടോട്ടമോടുകയാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകർ. ഇനി ജീവിക്കാനായി സമരം മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക പോംവഴി. അമൃത ന്യൂസ്, ആലപ്പുഴ.